സംതിങ് സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്കച്ചന്റെ മറ്റേ ഊളകുമാറില്ലേ മറ്റേ ഊളക്കുന്നിൽ ഉദയകുമാർ കയ്യിലെഴുതി വെച്ചിരിക്കുന്നത് കയ്യിലെഴുതി വെച്ചിരിക്കുന്നത് അതിന് പറഞ്ഞാൽ അത്രയും വാശി വൈരാഗ്യം ഉണ്ട് അതിനോട്. അതെന്ത് പരിപാടിയാ? അതിനറിയാം മറക്കാതിരിക്കാനാ. ഇത് കണ്ട തങ്കച്ചൻ ചെയ്യുന്ന കഥാപാത്രത്തെ ഉദയകുമാർ എഴുതി വെച്ചിരിക്കുന്നു. എന്നെ മറക്കാൻ, എന്നെ റോസ്റ്റ് ചെയ്യാൻ. ഈ പേരിന് വന്ന കേന്ദ്ര വഴി എവിടെന്നാന്നുള്ളത് അറിയണം. ഇത് ആരെടുത്ത് ചോദിച്ചിട്ട് എന്താ സംഭവം ഞാൻ പറഞ്ഞു എന്നെ കുട്ടിത്തം എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ചേച്ചി. അപ്പൊ എനിക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ പുള്ളിക്കാരൻ ഇത് ചെയ്തായിരുന്നല്ലോ സ്കിറ്റ്. അപ്പൊ ആ പേര് ഞാൻ മറക്കാതിരിക്കാൻ വേണ്ടി കയ്യിൽ എഴുതിയിട്ടിരുന്ന അത് വെച്ച് കളിയാക്കാൻ വേണ്ടി. ഊളംകുന്ന് ഉദയകുമാർ ഹിറ്റായി പുറത്തിറങ്ങുന്ന സ്ഥലത്തല്ല അവര് പുറത്തിറങ്ങടത്തൊക്കെ തങ്കച്ചൻ പോകുമ്പോ അത് ഹിറ്റായിട്ട് ചായ കുടിക്കാൻ പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോ ഞാൻ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ്? സർപ്രൈസ് ആണ്. അത് ബാക്ക് സ്റ്റേജിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ പോയിട്ട് എല്ലാവർക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗിഫ്റ്റ് എടുക്കാം. അത് നിങ്ങൾക്ക് ഇടാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കഴുത്തിലിട്ടിട്ട് വന്നോളൂ. ടീം അവിടെ ചെന്നിട്ടേ പ്രോപ്പർട്ടി എടുക്കാനായിട്ട് സ്ലേറ്റ്. എന്താ ടീം ഇത്? സ്ലേറ്റ്. എന്റെ കൂടെ ഒരു സാധനം കൂടെ ഞാൻ തന്നിരുന്നു. ചോക്ക്. ഓക്കെ. കുട്ടി എഴുതിയിട്ടുണ്ടോ സ്ലേറ്റില്? എങ്ങനത്തെ സ്ലേറ്റിൽ എഴുതി കഴിഞ്ഞാൽ മാഞ്ഞു പോണതാ? ഇന്നത്തെ കാലത്ത് സ്ലേറ്റിലല്ലോ, ഇപ്പൊ എല്ലാം ഡിജിറ്റൽ യുഗമല്ലോ. ഇപ്പൊ ഈ സ്ലേറ്റുള്ള ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോൾട്രി ഫാമില്ലേ അതില് കോഴിയുടെ വില എഴുതി വെക്കാനാണ് കൂടുതൽ ഇത്. ഊണ് റെഡി. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജ് ചെന്നപ്പോ ആ ഒരു ഹോട്ടലിൽ എഴുതി വെച്ചേക്കാം, ദയവ് ചെയ്ത് ഒരു ഊണ് മേടിച്ച് രണ്ടുപേരും ഉണ്ണരുത്. എനിക്കുണ്ടായിരുന്ന സ്ലേറ്റ് ആയിരുന്നില്ല. തറയിലിട്ടതും തറയിട്ട് പൊട്ടത്തില്ലല്ലോ, തറയിലിടുമ്പോ പൊട്ടി പോകുന്ന സ്ലേറ്റ്, മരത്തിന്റെ ബോർഡർ ഒരുപാട് ഓർമ്മകൾ അല്ലേ? ഞാൻ സ്ലേറ്റ് കൊണ്ടുപോണതേ സ്കൂളിൽ കഞ്ഞി കിട്ടുമ്പോ ചൂടായിരിക്കും. അത് ചൂട് നമ്മുടെ കയ്യിൽ പറ്റായിരിക്കും. നമ്മുടെ സ്ലേറ്റ് കഞ്ഞി പിന്നെ വീശാൻ ശരി. അപ്പൊ എന്തായാലും പുള്ളിക്കാരൻ സ്ലേറ്റ് ആവശ്യം വരും തോക്കടിപ്പിക്കുമ്പോ കടിച്ചു പിടിക്കാൻ. അപ്പൊ ഒരു സ്ലേറ്റ് വെച്ചിട്ടുള്ള ഒരു സ്ലേറ്റ് ഗെയിമിലേക്ക് നമുക്ക് പോവാം. നമ്മള് ബാക്ക് ടു സ്കൂളിലേക്ക് പോവാൻ പോവാണ്. കേട്ടെഴുത്തിന്റെ പീരീഡ് ആണിത്. കേട്ടെഴുത്താണ്. കേട്ടെല്ലാവരും എഴുതിക്കോടെ. ഓക്കെ. ഞാൻ എന്റെ സ്ലേറ്റില് ഒരു അക്ഷരം എഴുതാൻ പോവാ. നിങ്ങളുടെ ടീമിലാണ് കേട്ടോ കളിക്കണ്ടേ. അതായത് ഇപ്പൊ ബിനുചേട്ടൻ അറിയുന്ന സംഗതി അനുവിന്റെ സ്ലേറ്റിൽ എഴുതണം, അനുവിന് അറിയുന്നത് ബിനുചേട്ടന്റെ സ്ലേറ്റിൽ എഴുതണം. അങ്ങനെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ടു ഫേസ് ഏറ്റവും ആദ്യം തീർക്കുന്ന ടീമായിരിക്കും ജയിക്കാൻ പോണേ. ഒരിക്കലും ഒരു കാരണവശാലും ഞാൻ പറയുന്ന അക്ഷരം വെച്ചിട്ട് ഒരാളുടെ പേര് എഴുതരുത്. ഓക്കെ. ഞാനൊരു അക്ഷരം എഴുതുവേ. ഓക്കെ. ഇത് പിടുത്തം കിട്ടിയിട്ടുള്ള ഇതെന്താ ടീം? ടീം പറയൂ. തൃശ്ശൂർ. ഇതെന്താ? വെച്ചിട്ടുള്ള വാക്കുകൾ നിങ്ങൾ പെട്ടെന്ന് എഴുതുക. ഓക്കെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളുടെ പേര് എഴുതരുത്. സ്ഥലപ്പേര് എഴുതാവോ? സ്ഥലപ്പേരും എഴുതാൻ പറ്റില്ല. പേരെന്ന് പറയുമ്പോ സ്ഥലപ്പേരും വരും. ഇപ്പൊ സമയം കഴിഞ്ഞു. പ്ലീസ് എല്ലാവരും സ്റ്റോപ്പ്. കഴുത്തിലിടണേ. വെച്ചിട്ട് എഴുതാനാ ഞാൻ പറഞ്ഞേ. അപ്പൊ ഏറ്റവും അത് എനിക്ക് തോന്നുന്നു മിയക്കുട്ട വായിച്ചിട്ട് വാടാ. വെരി ഗുഡ്. തൃക്കാർത്തിക. ഗുഡ് ജോബ്. അനു എഴുതിയതാ. പിന്നെന്താ എഴുതിയത്? തൃപ്പഞ്ചിയോ? വാറ്റിലിരുന്ന സാധനം. അതെന്താന്ന് എനിക്കറിയില്ല. അയ്യോ. അടുത്തത് ത്രിമുഞ്ചിയോ? അതാ ത്രിമുഞ്ചി. അടുത്തത് ത്രിരമി. പേരില്ലേ? ഞാനല്ല ഇവിടെ എഴുതിയേക്കണേ. എന്തായാലും ഒരെണ്ണം തൃക്കാർത്തിക കറക്റ്റ് കേട്ടോ. ഇനി ബിനുചേട്ടൻ എഴുതിയിട്ടുള്ളത് എന്താ? ത്രിശങ്ക പുഷ്പം. ത്രിശങ്കല്ല, ത്രിശങ്കു. ത്രിശങ്കു പുഷ്പം. പിന്നെ ഈ സാധനം ഈ മുട്ട പോലെ കറക്റ്റ്. അവള് ടീമിന്റെ ത്രിയംബകം. തെറ്റാണ്. ത്രയംബകം വരേണ്ടത്. ഐഷു എഴുതിയതല്ലേ ഇത്? ഓക്കെ ഗുഡ്. ഇനി ടീം എഴുതിയത് എന്താന്നുള്ളത്
ആ ടീം എന്ത് ഉദ്ദേശിച്ച ടീം? തൃശ്ശൂർ ആ ഷാ അല്ല. തൃശ്ശൂരിന്റെ തൃശ്ശൂർ. ഷാ ഏതാ? എനിക്ക് ചാ അറിയാൻ പാടില്ല. ഇങ്ങനെ ഷായിന്റെ ഇടയിൽ ഒരു ഷാ വരും കേട്ടോ. തൃശ്ശൂർ. ദേവി എഴുതിയിട്ടുള്ളത് എന്താ? തൃപ്തിയായി, തൃപ്തിയായി. എന്താ? എല്ലാത്തിനും A+ മേടിക്കണ കൊച്ചാണേ. തൃപ്തിയായി എന്നാണോ എഴുതിയത്? ഇനി അടുത്ത ആള് അന്ന എഴുതിയിട്ടുള്ളത് തൃതീയം, പിന്നെ ത്രിവേണി, ത്രികോണം എല്ലാം തെറ്റിട്ട് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഓപ്പോസിറ്റ് നോക്കാട്ടോ. തൃപ്തി. ഓക്കെ, അത് സുമ എഴുതിയതാണ്. അവിടെ ത്രിഗുണം. ത്രിഗുണം. 3 ഗുണവും ഒരു ഗുണവും ഇല്ല. തബല വായിക്കുന്നത് ത്രിഗുണം. ത്രിഗുണം തെറ്റല്ലേ? ശരി. ഡയന എഴുതിയത് തൃപ്രയാറും പ്രയർ എഴുതാൻ പാടില്ല. തൃപ്രകം. ഉണ്ടാക്കി എഴുതാ. അടുത്ത ശ്രീവിദ്യ. 1 മിനിറ്റ്. ശ്രീവിദ്യ എന്നോട് പറഞ്ഞു മലയാളത്തില് 100 മാർക്ക് എനിക്ക് കിട്ടിയ ആളാന്ന് പറഞ്ഞു. എനിക്ക് എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് ആയിരുന്നു. നീ എടുത്തോണ്ട് ഓടിയതായിരിക്കും. എന്റെ ഹാൻഡ് റൈറ്റിങ്ങിന് എനിക്ക് എപ്പോഴും ഫസ്റ്റ് അടുത്താലും പറ. പക്ഷെ എന്നിട്ട് ത്രീ അത് ആണ് കാണാനുണ്ടാവുള്ളു. ഇത് തൃ അല്ല, ഇത് അത്യായാണ്. കംപ്ലീറ്റ് ചെയ്യണം. ഇതാണ് ഹാൻഡ് റൈറ്റിംഗ്. രണ്ടുപേരും ഡിസ്ക്വാളിഫൈഡ്. തൃശൂലം. ഞാൻ എഴുതിയത് തൃ ഇങ്ങനെയല്ലേ വരിക? അതല്ല, ഈ ത്രി തന്നെയാണ്. തൃശൂലം. കറക്റ്റ് ആണ്. എന്നെ- ആ ടീച്ചർ അവളെ എഴുതി നോക്കെ ത്രിമൂലം. അടിപൊളി. ഇന്നത്തെ ത്രിമൂലവും ത്രിമൂഞ്ചിയാണ് ഇന്നത്തെ ഏറ്റവും. അല്ല, 1ഉം 2ഉം പോരായിട്ട്. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ പാർക്ക് പോയിന്റ് കൊടുക്കും. ഞാൻ ഏറ്റവും കൂടുതൽ എഴുതിയ ഏറ്റവും കൂടുതൽ എഴുതിയതിലല്ല കാര്യം, റൈറ്റ് ആയിട്ട് എഴുതിയതിലാണ് കാര്യം. അതെ, അതെ. പോയിന്റ് വൈസ് നമ്മൾ നോക്കുമ്പോ ഏറ്റവും കൂടുതൽ കുഴപ്പമില്ലാത്ത രീതിയിൽ എഴുതിയിട്ടുള്ളത് തങ്കുവിന്റെ ടീമാണ്. കറക്റ്റ് ആയിട്ടുള്ളത് മാത്രമേ നമ്മൾ കൂട്ടിയിട്ടുള്ളൂ കേട്ടോ. ബാക്കി കറക്റ്റ് അല്ലാത്തത് ഇപ്പൊ തൃ ഇങ്ങനെ എഴുതിയ തൃ അങ്ങനെയൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഈ തൃ കറക്റ്റ് ആയിട്ടുള്ളത് മാത്രം. ശരി, അടുത്തത് എല്ലാരും മാച്ചോളൂ.